2025 എന്ന വർഷത്തിലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ആരൊക്കെയെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അമേരിക്കൻ ബിസിനസ് മാഗസിൻ ആയിട്ടുള്ള ഫോബ്സും അതുപോലെ തന്നെ എക്കണോമിക് ടൈംസും പോലുള്ളവ പുറത്തുവിട്ടിട്ടുള്ള കേരളത്തിലെ 2025 എന്ന വർഷത്തിലെ പണക്കാരായിട്ടുള്ള കോടീശ്വരന്മാരായിട്ടുള്ളവരുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 ആളുകളെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 10ാമതായിട്ടുള്ളത് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. 1950-ലാണ് തൃശ്ശൂരിലെ ചെറിയൊരു കർഷക കുടുംബത്തിലാണ് ചിറ്റിലപ്പള്ളി ജനിക്കുന്നത്. ഫിസിക്സിൽ ബിരുദമെടുത്ത് തന്റെ ആദ്യത്തെ ജോലി എന്നത് ഒരു ഇലക്ട്രോണിക് കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹസ്ഥാപകനും ചെയർമാനുമാണ് നമ്മൾ ഈ പറഞ്ഞ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്നത്. വർഷം 1977-ലാണ് ഇദ്ദേഹം വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ഇലക്ട്രോണിക് കമ്പനി ആരംഭിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്കായിട്ടുള്ള വണ്ടർല ഹോളിഡേയ്സ് ലിമിറ്റഡ്, വീഗലാൻഡ് ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വി സ്റ്റാർ എന്നിവയെല്ലാം ഇന്ന് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കീഴിലായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ഇന്നത്തെ 2025 എന്ന വർഷത്തിലെ മൊത്തമുള്ള ഒരു ആസ്തി എന്നത് $1.51 ബില്യൺ അഥവാ 13,208 കോടി ഇന്ത്യൻ രൂപയാണ് ഇദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി എന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് 9ാമത്തെ സ്ഥാനത്തുള്ളത് SD ഷിബുലാൽ എന്ന വ്യക്തിയാണ്. 1955 ആലപ്പുഴ ജില്ലയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മുഹമ്മയിലെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പഠനം തുടങ്ങിയ ഇദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് അമേരിക്കയിലെ ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സിൽ ഒരു MS നേടിയെടുക്കുകയാണ്. വർഷം 1981-ൽ 7 ആളുകൾ ചേർന്ന് നിർമ്മിച്ചെടുത്ത കമ്പനിയാണ് ഇൻഫോസിസ് എന്നത്. ഇൻഫോസിസിന്റെ 7 സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള SD ഷിബുലാലിന്റെ 2025-ലെ ആസ്തി എന്നത് $2.1 ബില്യൺ അഥവാ 18,370 കോടി ഇന്ത്യൻ രൂപയാണ്. ഇനി 8ാമതായിട്ടുള്ളത് PNC മേനോൻ എന്ന തൃശൂർക്കാരനാണ്. വർഷം 1948 തൃശൂർ ജില്ലയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. തന്റെ 26ാമത്തെ വയസ്സിൽ വെറും 50 രൂപയുമായിട്ട് ഒമാനിലെത്തിയ ഇദ്ദേഹം പിന്നീട് കെട്ടിപ്പടുത്തത് ഉയർത്തിയെടുത്തത് $2.9 ബില്യൺ അഥവാ 23,241 കോടി രൂപയുടെ സമ്പത്ത് അഥവാ ആസ്തിയാണ്. വർഷം 1995-ൽ തന്റെ ഭാര്യയുടെ പേരായിട്ടുള്ള ശോഭ എന്ന പേരുപയോഗിച്ച് ആരംഭിച്ച ശോഭ ലിമിറ്റഡ്, ശോഭ റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് ശോഭ എന്ന ഗ്രൂപ്പ് പടർന്നു കിടക്കുന്നു. ഇനി 7ാമതായിട്ടുള്ളത് TS കല്യാണരാമൻ. വർഷം 1947 തൃശൂർ ജില്ലയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പഠനശേഷം ഇദ്ദേഹം കല്യാൺ എന്ന പേരുള്ള തന്റെ പിതാവിന്റെ ചെറിയൊരു ജ്വല്ലറി ഷോപ്പിൽ പിതാവിനെ സഹായിക്കാനായിട്ട് അവിടെ പോകുമായിരുന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അത് വിവാഹ വസ്ത്രങ്ങൾക്ക് പേര് കേട്ട ഒരു സ്ഥലമായി അങ്ങനെ കല്യാൺ അങ്ങനെ മാറുകയാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് 277-ലധികം ഷോറൂമുകളാണ് കല്യാൺ ജ്വല്ലേഴ്സിനുള്ളത്. TS കല്യാണരാമന്റെ നിലവിലെ ആസ്തി എന്നത് $3.2 ബില്യൺ അഥവാ 26,560 കോടി രൂപയാണ്. നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ടുള്ളത് സണ്ണി വർക്കിയാണ്. വർഷം 1957 കേരളത്തിലെ റാണിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബം എന്നത് ദുബായിലേക്ക് കുടിയേറിയവരായിരുന്നു. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അവിടെയുള്ള പ്രധാന ഒരു ജോലി എന്നത് അറബികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നതായിരുന്നു. പതിയെ അങ്ങനെ അത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്. അങ്ങനെ വർഷം 1968-ൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഓറൻ ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ ചെറിയൊരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്കൂൾ സ്ഥാപിക്കുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ പഠനം കഴിഞ്ഞ്, അതായത് സണ്ണി വർക്കിയുടെ പഠനമെല്ലാം കഴിഞ്ഞ് 1980-ൽ തന്റെ അച്ഛനോടൊപ്പം സ്കൂൾ നടത്തി വരാനായിട്ട് ഇദ്ദേഹവും ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ വർഷം 2000-ൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ജംസ് എന്ന പേരിൽ പുതിയതായിട്ട് അത് രൂപകൽപ്പന ചെയ്യുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ബിസിനസ് ആരംഭിച്ച സണ്ണി വർക്കിയുടെ ഇന്നത്തെ ആസ്തി എന്നത് $3.3 ബില്യൺ അഥവാ 27,410 കോടി രൂപയാണ്. 5ാമതായിട്ടുള്ളത് രവി പിള്ളയാണ്. വർഷം 1953 കൊല്ലം ജില്ലയിൽ ഒരു കർഷകന്റെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിന്റെ ആദ്യകാല ചെറുപ്പകാല ജീവിതം എന്നത് വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. പിന്നീട് അങ്ങനെ പഠനമെല്ലാം കഴിഞ്ഞ് വർഷം 1967-ൽ ഇദ്ദേഹം സൗദി അറേബ്യയിൽ എത്തിയ ശേഷം 150 ആളുകളുമായി ചേർന്ന് RP
ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് തുടക്കമിടുകയാണ്. ഇന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ 7000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനി ആയിട്ടത് മാറിയിരിക്കുന്നു. ഗ്രൂപ്പ് വളരുന്നതോടുകൂടി പതിയെ രവി പിള്ളയും ഇതിലൂടെ വളരുകയാണ്. ഇന്നത്തെ രവി പിള്ളയുടെ ആസ്തി എന്നത് $3.4 ബില്യൺ അഥവാ 27,810 കോടി രൂപയാണ്. നാലാമതായിട്ടുള്ളത് ഷമീർ വയലിൽ എന്ന പേരുള്ള മറ്റൊരു വ്യക്തിയാണ്. വർഷം 1977 കോഴിക്കോട് ജില്ലയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. വർഷം 2007 ആരംഭിച്ച VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഇന്ന് ഇദ്ദേഹം എന്നത്. ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഫാർമസികൾ എന്നീ മേഖലകളിലെല്ലാമായിട്ട് UAE-യിലും ഇന്ത്യയിലും ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് VPS ഹെൽത്ത് കെയർ എന്നത്. ഇന്ന് ഇദ്ദേഹം ഒരുപോലെ 20-ലധികം ഹോസ്പിറ്റലുകൾ നടത്തിവരുന്നു. $3.5 ബില്യൺ അഥവാ 29,000 കോടി രൂപയാണ് ഇന്നത്തെ ഷമീർ വയലിൽ എന്ന പേരുള്ള വ്യക്തിയുടെ ആസ്തി എന്നത്. മൂന്നാമതായിട്ടുള്ളത് ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന ഇൻഫോസിസിന്റെ 7 സ്ഥാപകരിൽ ഒരാളാണ്. നമ്മൾ ഈ പറഞ്ഞ ക്രിസ് ഗോപാലകൃഷ്ണൻ വർഷം 1955 തിരുവനന്തപുരത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. വർഷം 1977 കാലത്ത് ഇദ്ദേഹം മദ്രാസ് IIT-യിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ഒരു MCയും പിന്നീട് 1979 CS-ൽ അഥവാ കമ്പ്യൂട്ടർ സയൻസിൽ MTech നേടിയെടുക്കുകയാണ്. അങ്ങനെ വർഷം 1981-ലാണ് 7 അംഗങ്ങളും കൂടിയിട്ട് ഇവർ ഇൻഫോസിസ് ആരംഭിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഇൻഫോസിസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ ക്രിസ് ഗോപാലകൃഷ്ണന്റെ ആസ്തി എന്നത് $3.6 ബില്യൺ അഥവാ 29,530 കോടി രൂപയാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ളത് ജോയ് ആലുക്കാസ് ആണ്. വർഷം 1956 തൃശൂർ ജില്ലയിൽ തന്നെയാണ് ഇദ്ദേഹവും ജനിക്കുന്നത്. അന്നത്തെ തൃശൂരിലെ തന്നെ പ്രശസ്ത ജ്വല്ലറിക്കാരനായിട്ടുള്ള വർഗീസ് ആലുക്കാസിന്റെ മക്കളിൽ 4-മനായിട്ടാണ് ജോയ് ആലുക്കാസ് ജനിക്കുന്നത്. തൃശൂരിലുള്ള തന്റെ അച്ഛന്റെ ജ്വല്ലറി ഷോപ്പ് അഥവാ സ്വർണ്ണ ആഭരണ കട ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ഇദ്ദേഹം തന്റെ ജ്വല്ലറി ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അബുദാബിയിൽ എത്തിയ ഇദ്ദേഹം സ്വന്തമായിട്ട് തന്റെ ജോയ് ആലുക്കാസ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് ആദ്യത്തെ ജ്വല്ലറി ഷോറൂം തുറക്കുകയാണ്. അതിനു പിന്നാലെയായിട്ട് തൊട്ടടുത്ത വർഷം തന്നെ ദുബായിൽ മറ്റൊരു ഷോറൂം കൂടെ ഇദ്ദേഹം തുറക്കുകയാണ്. അങ്ങനെ വർഷം 2002 കോട്ടയത്ത് ഒരു ഷോറൂം തുറന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് എന്നത്. ഇന്ന് നമ്മൾ ജോയ് ആലുക്കാസ് നോക്കുകയാണെങ്കിൽ 11 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണിത്. $4.4 ബില്യൺ അഥവാ 36,000 കോടി രൂപയാണ് ഇന്നത്തെ ജോയ് ആലുക്കാസിന്റെ ആസ്തി എന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് MA യൂസഫ് അലിയാണ്. വർഷം 1955 തൃശൂരിലുള്ള ഒരു നാട്ടികയിലാണ് MA യൂസഫ് അലി എന്ന മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ എന്ന MA യൂസഫ് അലി ജനിക്കുന്നത്. തന്റെ 16-ാമത്തെ വയസ്സിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള പിതാവിന്റെ പലചരക്ക് കടയിൽ നിന്നാണ് യൂസഫ് അലിയുടെ തുടക്കം എന്നത്. 18-ാമത്തെ വയസ്സിൽ പിന്നീട് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിപ്ലോമ കൂടി ഇദ്ദേഹം സ്വന്തമാക്കുകയാണ്. അങ്ങനെ പിന്നീട് വർഷം 1973 തന്റെ കൊച്ചാപ്പയുടെ കൂടെ അബുദാബിയിലെത്തിയ യൂസഫ് അലി പിന്നീട് പടുത്തുയർത്തിയത് ലുലു എന്ന പേരുള്ള വലിയൊരു സാമ്രാജ്യത്തെ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ GCC കൺട്രീസുകളിൽ മാത്രമായിട്ട് ഇന്ന് ലുലുവിനുള്ളത് 200-ലധികം വരുന്ന വലിയ വലിയ മാളുകളാണ്. അതുകൂടാതെ 57,000-ലധികം വരുന്ന ആളുകളാണ് ഇന്ന് ഒരേ സമയം ലുലു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ MA യൂസഫ് അലിയുടെ മൊത്തമുള്ള ഒരു ആസ്തി സമ്പത്ത് എന്നത് $7.6 ബില്യൺ അഥവാ 63,000 കോടി രൂപക്ക് മുകളിലാണ് ഇദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി എന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, സമ്പന്നൻ എന്ന പേരിൽ നിലനിൽക്കുന്നത് ഒന്നാമതായിട്ടുള്ളത് പോലും MA യൂസഫ് അലി എന്ന തൃശ്ശൂർക്കാരൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.